നിശബ്ദമായ കരുണയുടെ സുവിശേഷം. കരുണയെക്കുറിച്ച് ഹൃദയസ്പർശിയായ രീതിയിൽ ലോകവിശ്വാസ സമൂഹത്തോട് ആഹ്വാനം ചെയ്ത പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഹൃദയം കരുണയാണ്. കരുണ തന്നെയാണ് ദൈവത്തിൻ്റെ മുഖം എന്ന് മാതൃക കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ടെന്നും അത് കണ്ടെത്താൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ലെന്നും അവിടുന്ന് ഓർമ്മിപ്പിച്ചു. പാപ്പയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. വളരെ തിരക്കേറിയ നഗരമാണ് കണ്ണൂർ. വാഹനങ്ങളുടെ ഓട്ടപ്പാച്ചിലാലും ജനങ്ങളുടെ പോക്കുവരവുകളാലും ഈ നഗരം എന്നും ശബ്ദമുഖരിതമാണ്. ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ വിവിധ കോണുകളിൽ നിത്യവും കാണാനാകുന്ന ഒരു മുഖമുണ്ട്. ചുളിവുകൾ വരതീർത്ത മുഖം, ചുരുണ്ട് പറന്നു നടക്കുന്ന വെള്ളിത്തലമുടികൾ, പ്രതീക്ഷ പകരുന്ന കണ്ണുകൾ, ലാളിത്യമാർന്ന വസ്ത്രധാരണം. പേര് ദേവി, വയസ്സ് 75. പ്രിയപ്പെട്ടവർ ദേവി ഏച്ചി എന്ന് വിളിക്കും. ഭർത്താവ് പരേതനായ കണ്ണൻ, 2 മക്കൾ പുഷ്പ, തങ്കമണി. ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിച്ചവളല്ല ദേവിയേച്ചി. ജീവിതത്തിൻ്റെ നിർണായക വഴിത്തിരിവിൽ കർത്താവിൻ്റെ കാരുണ്യസ്പർശം അനുഭവിച്ചവളാണവർ. ഒരു സൗഖ്യപ്പെടലിലൂടെയാണ് തൻ്റെ വിശ്വാസയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 1996 വൈദ്യപരിശോധനയിലൂടെ വയറ്റിൽ ഒരു മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചു. ശസ്ത്രക്രിയയിലൂടെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ആ സമയത്താണ് സുഖപ്പെടുത്തുന്ന ഒരദ്ഭുത വൈദ്യനെക്കുറിച്ച് അയൽവക്കത്തുകാരിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ പോട്ട മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ഇതുവരെ അറിയാതിരുന്ന യേശുവിനെ അന്നു മുതൽ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അനുഭവിച്ചറിഞ്ഞ ഈശോയെ ആഴമേറിയ ബോധ്യത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ തുടങ്ങി. സ്വന്തം ചെലവിൽ പലരെയും ധ്യാന കേന്ദ്രത്തിലെത്തിച്ചു. വചനോത്സവം പ്രചരിപ്പിച്ചു. തൻ്റെ തൊഴിലിടങ്ങളിൽ യേശുവിനെക്കുറിച്ച് പങ്കുവച്ചു. താൻ പ്രാപിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് അവർ ഉൾക്കടമായി ആഗ്രഹിച്ചു. പല എതിർപ്പുകളും പ്രതിബന്ധങ്ങളും ഉണ്ടായി. അതൊന്നും വകവയ്ക്കാതെ അവർ തൻ്റെ പ്രേക്ഷിത വേല തുടർന്നു. ആയിടെ ജോലിക്കിടയിൽ പറ്റിയ വീഴ്ചയിൽ കഠിനമായ ജോലികളിൽ ഏർപ്പെടാൻ കഴിയാത്ത രീതിയിൽ പരിക്ക് പറ്റി. തുടർന്ന് നാട്ടിൽ സ്കൂളിനടുത്ത് ഉന്തുവണ്ടിയിൽ കച്ചവടം തുടങ്ങി. പല കാരണങ്ങളാലും അത് തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജീവിതം ലോട്ടറി വിൽപ്പനയിലേക്ക് വഴിമാറി. 150 ടിക്കറ്റുമായി ആരംഭിച്ച തൊഴിൽ ഇന്നും തുടരുന്നു. ലോട്ടറിയിൽ ഒരാളെ ഭാഗ്യം തുണച്ചപ്പോൾ കമ്മീഷനായി കുറച്ചധികം തുക കയ്യിൽ വന്നു. അതവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് അവരുടെ വലിയ മനസ്സ് പറഞ്ഞു. അപ്പോൾ തന്നെ അന്ന് കണ്ണൂർ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ദേവാലയ വികാരിയായിരുന്ന ഫാദർ ദേവസി ഈരത്തറയെ ചെന്ന് കണ്ട് രൂപതയുടെ കീഴിലുള്ള മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഹോളി മൗണ്ടിലേക്ക് 2 ചാക്ക് അരി വാങ്ങി നൽകാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. വളരെ താല്പര്യപൂർവ്വം അച്ഛൻ അത് ചെയ്തു കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ സഹായങ്ങൾ തന്നാലാവും വിധം ചെയ്യാൻ തുടങ്ങി. ഇന്ന് കണ്ണൂരിൽ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന സ്നേഹാലയത്തിലെ നിത്യസന്ദർശകയും സഹായകയുമാണ്. നൽകാൻ എനിക്ക് അധികമൊന്നുമില്ല എന്നവർ പറയും. നൽകാൻ എനിക്കൊന്നുമില്ല എന്നവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിധവയുടെ കാണിക്ക പോലെ സമൃദ്ധിയിൽ നിന്നല്ല, ഇല്ലായ്മയിൽ നിന്നാണ് അവർ നൽകുന്നത്. സ്നേഹാലയത്തിൻ്റെ മുൻ ഡയറക്ടറായ ബ്രദർ ജേക്കബ് പറയുന്നു, മാസത്തിൽ ഒരിക്കലെങ്കിലും ദേവിയേച്ചി സ്നേഹാലയം സന്ദർശിക്കും.
തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം സന്തോഷത്തോടെ പങ്കുവയ്ക്കും. പ്രായവും രോഗങ്ങളും ഉണ്ടായിട്ടും പരാതികളില്ല. പലപ്പോഴും അവർ വരുന്നത് 50-ലധികം ആളുകൾക്കുള്ള ചൂടുള്ള പലഹാരങ്ങളുമായിട്ടായിരിക്കും. വിശേഷ അവസരങ്ങളിൽ ചിലപ്പോൾ പായസം നൽകും, ചിലപ്പോൾ സദ്യ നൽകും, മറ്റു ചിലപ്പോൾ പുതുവസ്ത്രങ്ങളും നൽകും. പ്രശസ്തിയോ പരസ്യപ്പെടുത്തലോ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദേവിയേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ യേശു റോമൻ ശതാധിപനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ദൈവ നിയമങ്ങളുടെയോ ദേവാലയ പരമ്പരയുടെയോ ഭാഗമല്ലാതിരുന്നിട്ടും നിയമവും ആചാരവും അറിയുന്നവർ ഉണ്ടായിട്ടും യേശു അത്ഭുതപ്പെട്ടത് ഈ വിജാതീയൻ്റെ വിശ്വാസത്തിലാണ്. എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്ന അധികാരിയായ ശതാധിപൻ വിനയത്തോടെ പറയുന്നു. അതുപോലെ തന്നെ എളിമയും വിശ്വാസവും സമർപ്പണവും നിറഞ്ഞ ജീവിതമാണ് ദേവിയേച്ചിയുടേത്. നമുക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃക തന്നെയാണ് ദേവിയേച്ചി. 1996 ഈശോയെ അറിയുന്നതും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ഈ വിശ്വാസം ഞായറാഴ്ച കുർബാനകളിലോ അനുദിന പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങുന്നതോ അല്ല. അത് ആവശ്യക്കാർക്ക് ഭക്ഷണമായി മാറുന്നു, വസ്ത്രമായി മാറുന്നു, ആശ്വാസമായി മാറുന്നു, സ്നേഹമായി മാറുന്നു. ഈ നോമ്പുകാലം നമ്മോടും ആവശ്യപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിക്കൽ മാത്രമല്ല, നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് പങ്കുവയ്ക്കുക എന്നതുകൂടിയാണ്. ദേവിയേച്ചി പ്രസംഗിക്കുന്നില്ല, പൊതുവേദികളിൽ സംസാരിക്കുന്നുമില്ല. എങ്കിലും ആ ജീവിതം നിശബ്ദമായ പ്രസംഗമാണ്, വാക്കുകളില്ലാത്ത സുവിശേഷമാണ്. വിശ്വാസം പ്രവൃത്തിയിലേക്ക് വഴിമാറുമ്പോൾ ജീവിതം എങ്ങനെ ധന്യമാകും എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി പൊതുസമൂഹത്തിൻ്റെ ആദരവ് വിവിധ വേദികളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ദേവിയേച്ചിയെക്കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ അത് കണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ഒരു പുരസ്കാരവും അവരെ തേടിയെത്തി. ദേവിയേച്ചി ഒരു സന്നദ്ധ സംഘടനയുടെയോ സ്ഥാപനത്തിൻ്റെയോ വക്താവല്ല, ഏതെങ്കിലും കൂട്ടായ്മയുടെ നേതാവുമല്ല. ലോട്ടറി വിറ്റു മാത്രം ഉപജീവനം കഴിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു എന്ന്. ഈ സഹോദരിയുടെ ജീവിതം ഒരു കണ്ണാടി പോലെ മുന്നിൽ നിൽക്കുന്നു. ഈ നോമ്പുകാലത്ത് ഈ കണ്ണാടിയിലേക്ക് നമുക്കും ഒന്ന് നോക്കി ആത്മവിചിന്തനം നടത്താം. ഈ നോമ്പുകാലം അനുഷ്ഠാന ഉപവാസങ്ങളിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ. അപരനിലേക്ക് കരുണയോടെ ഇറങ്ങിച്ചെല്ലാനുള്ള പുണ്യകാലമായി ഇത് മാറട്ടെ. ഈ പ്രേക്ഷിതയുടെ ജീവിതം അതാണ് നിശബ്ദമായി നമ്മോട് സംസാരിക്കുന്നത്. നിശബ്ദമായ കരുണയുടെ സുവിശേഷം. സണ്ണി പൗലോസ്.